ആഫ്റ്റർ ദി സെയിൽ, വിൽപ്പനയ്ക്ക് ശേഷം. 14 dolls of the 19 Sebi made were sold and 50 dolls of the 17 Joji made were also sold. How many dolls are left with each? സെബി ഉണ്ടാക്കിയ 19 പാവകളിൽ 14 എണ്ണം വിറ്റു. ജോജി ഉണ്ടാക്കിയ 17 പാവകളിൽ 15 എണ്ണം വിറ്റു. ഓരോരുത്തരുടെയും കയ്യിൽ ബാക്കി എത്ര പാവകൾ ഉണ്ട് എന്നുള്ളതാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് മുത്തശ്ശന്റെ കൂടെ നമ്മുടെ കുട്ടികളും ഇരുന്നിട്ട് പാവ നോക്കുക. ഡോൾ സെബി മെയ്ഡ്. അപ്പൊ സെബി എത്ര പാവകൾ ഉണ്ടാക്കി? 19. ഇതിലെ മുകളിലുണ്ട്. സോൾഡ്, വിറ്റത് 14. ഡോൾസ് ലെഫ്റ്റ്. അപ്പൊ ബാലൻസ് ഉള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? ആകെ ഉണ്ടാക്കിയ പാവകളിൽ നിന്നും വിറ്റ പാവകളുടെ എണ്ണം കുറയ്ക്കണം. അപ്പൊ എങ്ങനെ എഴുതും? 19 - 14. അപ്പൊ എത്ര കിട്ടും? 5. അതേപോലെ ഡോൾസ് ജോജി മെയ്ഡ് എത്രയായിരുന്നു? ഡോൾസ് ജോജി മെയ്ഡ് 17. അതുപോലെ തന്നെ എത്ര എണ്ണം വിറ്റിട്ടുണ്ടായിരുന്നു? 15. സോൾഡ് 15. അപ്പം ഡോൾസ് ലെഫ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ആകെയുള്ള 17 നിന്ന് ഈ 15 സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 2 കിട്ടും. ഹൗ മെനി ഡോൾസ് ആർ ലെഫ്റ്റ് വിത്ത് ബോത്ത് ഓഫ് ദം ടുഗദർ? അപ്പം രണ്ടുപേർക്കും കൂടി ബാക്കി എത്ര പാവകൾ വന്നു എന്നുള്ളത് അതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ സെബിക്ക് ബാലൻസ് 5 ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജോജിക്ക് ബാലൻസ് 2 ഉണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബാലൻസ് ഉള്ള പാവകളുടെ എണ്ണം കിട്ടും. അപ്പൊ 5 + 2 എത്ര വരും? 7 അവിടെ ഇത്. ഇനി ഈ പേജിൽ നമ്പർ ഓഫ് ഡോൾസ്. ഹാവ് യു സീൻ ദ നമ്പർ ഓഫ് ഡോൾസ് സെബി ആൻഡ് ജോജി മെയ്ഡ്? അപ്പം സെബിയും ജോജിയും ഉണ്ടാക്കിയ പാവകളുടെ എണ്ണം നിങ്ങൾ കണ്ടല്ലോ എന്നാ ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? സെബി ഫസ്റ്റ് ഡേ 12, സെക്കൻഡ് ഡേ 7. പിന്നെ അതുപോലെ തന്നെ ജോജി ഫസ്റ്റ് ഡേ 6, സെക്കൻഡ് ഡേ 11. പിന്നെ ഇവിടെ പറയുന്നത് മാർക്ക് ദി കറക്റ്റ് വൺസ് വിത്ത് എ ടിക്ക്, ദ റോങ് വൺസ് വിത്ത് എ ക്രോസ്. അപ്പം ശരിയായതിന് ടിക്ക് കൊടുക്കാനും തെറ്റായതിന് ക്രോസ് മാർക്ക് കൊടുക്കാനാണ് പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് ജോജി മെയ്ഡ് 6 മോർ ഡോൾസ് ദാൻ സെബി ദ ഫസ്റ്റ് ഡേ. അപ്പൊ ഇതിൽ പറയുന്നത് ആദ്യത്തെ ദിവസം ജോജി സെബി ഉണ്ടാക്കിയ പാവകളെക്കാൾ 6 എണ്ണം കൂടുതലുണ്ടാക്കി. അപ്പൊ അത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ദിവസം നമ്മുടെ സെബി എത്ര പാവകൾ ഉണ്ടാക്കി? 12. ജോജി ആദ്യത്തെ ദിവസം 6 പാവകളും ഉണ്ടാക്കിയത്. അപ്പം ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തെറ്റാണ്. കാരണം സെബിയാണ് കൂടുതലുണ്ടാക്കിയത്. ഇതിൽ പറയുന്നത് ജോജി സെബിയേക്കാൾ 6 എണ്ണം കൂടുതലുണ്ടാക്കിയതാണ്. അപ്പൊ അത് തെറ്റായതുകൊണ്ട് അവിടെ ക്രോസ് മാർക്ക് കൊടുക്കാം. അടുത്തത് നമ്പർ ഓഫ് ഡോൾസ് ജോജി മെയ്ഡ് ഇൻ 2 days ഈസ് 3 less than 20. 2 ദിവസം കൊണ്ട് ജോജി ഉണ്ടാക്കിയ പാവകൾ 20നേക്കാൾ 3 കുറവാണ് എന്നാണ് പറയുന്നത്. അപ്പൊ 20നേക്കാൾ 3 കുറവെന്ന് പറയുമ്പോൾ 20 - 3 കൊടുക്കണം. അപ്പൊ എത്ര കിട്ടും? 17 കിട്ടും. 20 - 3 കൊടുക്കുമ്പോൾ 17 കിട്ടും. അപ്പൊ നമ്മൾ ആ 17 അവിടെ എഴുതണം. അപ്പോഴത്തേക്കും അത് കറക്റ്റ് ആണോ എന്നാ ചോദിച്ചിരിക്കുന്നത്. അത് കറക്റ്റ് ആണല്ലോ. അപ്പൊ ടിക്ക് കൊടുക്കാം. ജോജി മെയ്ഡ് മോർ ഡോൾസ് ഇൻ 2 days. അപ്പം ജോജിയാണ് 2 ദിവസം കൊണ്ട് കൂടുതൽ പാവകൾ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അപ്പൊ അത് കറക്റ്റ് ആണോ നോക്കണം. അപ്പം അതിലാകെ പാവകളുടെ എണ്ണം, അപ്പം സെബി എത്ര പാവകൾ ടോട്ടൽ ഉണ്ടാക്കി നോക്കണം. അപ്പൊ 12 + 7 വരുമ്പോഴത്തേക്കും 19 വരും. അതുപോലെ തന്നെ ജോജി എത്ര പാവകൾ ഉണ്ടാക്കി? 6 + 11 വരുമ്പോൾ 17 വരും. അപ്പൊ സെബി 19ഉം ജോജി 17ഉം ആണ്. അപ്പം ആരാണ് കൂടുതൽ? സെബിയാണ് കൂടുതൽ. അപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്നത് ജോജി കൂടുതൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പൊ അത് തെറ്റായതുകൊണ്ട് ക്രോസ് മാർക്ക് കൊടുക്കുക. നമ്പർ ഓഫ് ഡോൾസ് സെബി മെയ്ഡ് ദ ഫസ്റ്റ് ഡേ ഈസ് ലെസ് ദാൻ ദ നമ്പർ ഓഫ് ഡോൾസ് ഷീ മെയ്ഡ് ദ സെക്കൻഡ് ഡേ. സെബി ആദ്യത്തെ ദിവസം ഉണ്ടാക്കിയ പാവകളുടെ എണ്ണം അവൾ രണ്ടാമത്തെ ദിവസം ഉണ്ടാക്കിയ പാവകളെക്കാൾ കുറവാണെന്നുള്ളതാ പറയുന്നത്. അപ്പൊ അത് കറക്റ്റ് ആണോ നോക്കണം. സെബി ആദ്യത്തെ ദിവസം എത്ര പാവകള്? 12 പാവകൾ ഉണ്ടാക്കി. സെക്കൻഡ് ഡേ എത്രയായിരുന്നു? 7 ആയിരുന്നു.
അപ്പൊ ആദ്യത്തെ ദിവസം കൂടുതലാണ് ഉണ്ടാക്കിയത്. പക്ഷെ ഇതിൽ പറയുന്നത് ഫസ്റ്റ് ഡേ കുറവാണ് ഉണ്ടാക്കിയത്, രണ്ടാമത്തെ ദിവസത്തിനേക്കാൾ കുറവാണെന്നാണ്. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ഇവിടെ ക്രോസ് മാർക്ക് കൊടുക്കുക. പിന്നെ പറയുന്നത് സെബി ആൻഡ് ജോജി മെയ്ഡ് ദ സെയിം നമ്പർ ഓഫ് ഡോൾസ് ഇൻ 2 days. സെബിയും ജോജിയും 2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ പാവകളുടെ എണ്ണം ഒരേപോലെയാണെന്നാണ് പറയുന്നത്. അത് കറക്റ്റ് ആണോ? അല്ല. കാരണം സെബി 19ഉം ജോജി 17ഉം ആണ്. അപ്പൊ അതും ക്രോസ് മാർക്ക് കൊടുക്കുക.